വാർത്ത ദ കേരള സ്റ്റോറി ദൂരദർശൻ ഇന്ന് സംപ്രേഷണം ചെയ്യാനിരിക്കെ പ്രതിഷേധം ശക്തമാവുകയാണ്. സിനിമ ദൂരദർശൻ പ്രദർശിപ്പിക്കുന്നതിൽ പ്രതിഷേധവുമായി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വന്നു. സിനിമ കേരളത്തെ അപഹസിക്കുന്നതും മതസ്പർദ്ധ വളർത്തുന്നതുമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. അസത്യങ്ങളുടെ കെട്ടുകാഴ്ചയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചത്. സിനിമ പ്രദർശിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിട്ടുണ്ട്. വി അരുൺ ചേരുന്ന വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, ഏറെ ചർച്ച ചെയ്യപ്പെട്ട ചിത്രം ഇന്ന് ദൂരദർശൻ സംപ്രേഷണം ചെയ്യാനിരിക്കെ, അതും ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ സംപ്രേഷണം ചെയ്യാനിരിക്കെ എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? പ്രതിപക്ഷ നേതാവിന്റെ കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? എന്തായാലും വളരെ വിവാദമായ ആ ചിത്രം ഇന്ന് ദൂരദർശൻ സംപ്രേഷണം ചെയ്യുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ തന്നെ അത് സംപ്രേഷണം ചെയ്യുന്നതും അതിനപ്പുറത്തേക്ക് അത് വലിയ മതസ്പർദ്ധ വളർത്തുന്ന ചിത്രമാണെന്നും കേരളത്തെ അപഹസിക്കുന്ന ചിത്രമാണെന്നുമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നത്. അതിനെതിരെ പ്രതിപക്ഷ നേതാവും രംഗത്ത് വന്നിരുന്നു. അസത്യങ്ങളുടെ കെട്ടുകാഴ്ച എന്ന് അദ്ദേഹം വിമർശിച്ചു. ഒപ്പം സിനിമ പ്രദർശിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തും നൽകിയിട്ടുണ്ട്. ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി രാഷ്ട്രീയ ലാഭമുണ്ടാക്കുകയെന്ന സംഘപരിവാർ താൽപര്യമാണ് സിനിമ പ്രദർശിപ്പിക്കുന്നതിന് പിന്നിലെന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിനിമ സംപ്രേഷണം ചെയ്യുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം ഇന്ന് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധവും നടക്കുന്നുണ്ട്. കുടപ്പനക്കുന്ന് ദൂരദർശൻ കേന്ദ്രത്തിന് മുന്നിൽ 10 മണിയോടെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധവും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം ഉയരുകയാണ്. വി അരുൺ ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിക്കഴിഞ്ഞു. അതുതന്നെയാണ് കേരള സ്റ്റോറി വീണ്ടും കേരളത്തിൽ വിവാദമാവുകയാണ്. നേരത്തെ നിരവധി തവണ ചർച്ച ചെയ്തു പോയ വിഷയമാണ്. അന്നൊക്കെ കേരള സ്റ്റോറി പ്രദർശനത്തിനെതിരെ വലിയ പ്രതിഷേധം സംസ്ഥാനത്ത് ഉയർന്നതുമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വീണ്ടും കേരള സ്റ്റോറി രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ്. കേരള സ്റ്റോറി ഇന്നാണ് ദൂരദർശൻ രാത്രി 8 മണിക്കാണ് പ്രദർശിപ്പിക്കുന്നത്. ഇത് അനുവദിക്കാൻ പാടില്ലെന്ന ആവശ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. പ്രതിപക്ഷ നേതാവ് ഇതിനകം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കത്തയച്ചു. തെരഞ്ഞെടുപ്പ് ഇടയിൽ പ്രദർശനം നിരോധിക്കണമെന്നാണ് ആവശ്യം. മുഖ്യമന്ത്രിയും ഇന്നലെ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. പ്രദർശനം നടത്താനുള്ള തീരുമാനത്തിൽ നിന്ന് ദൂരദർശൻ പിന്മാറണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് സമാന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് കുടപ്പനക്കുന്നിലെ ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ശക്തമായ പ്രതിഷേധമാണ് കേരള സ്റ്റോറി വിഷയത്തിൽ വീണ്ടും സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത്. ശരി, വി അരുണാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.